കൊല്ലം കൊട്ടിയത്ത് വളർത്തുനായിയെ ഉപദ്രവിക്കുന്നത് ചോദ്യം ചെയ്തതിനെ ചൊല്ലി അയൽവാസിയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം. ഗൃഹനാഥനെ കുത്തി ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിയെ കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തു. മയ്യനാട് സ്വദേശി രാജീവാണ് പിടിയിലായത്. സമീപവാസിയായ കബീർ കുട്ടിയെ കുത്തി പരിക്കേൽപ്പിച്ച കേസിലാണ് നടപടി. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നു. അതിനു മുൻപ് കേസുമായി ബന്ധപ്പെട്ട് പ്രതികരണത്തിന് മയ്യനാട് പനവയലിലെ കബീർ കുട്ടി എന്നയാളെ ഗുരുതരമായി കുത്തി പരിക്കേൽപ്പിച്ചതിന് അയൽവാസിയായ രാജീവിനെ കൊട്ടിയം പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് രാജീവൻ വീട്ടിൽ വളർത്തുന്ന പട്ടികളെ നിരന്തരമായി രാത്രിയിൽ കെട്ടിയിട്ട് ഉപദ്രവിക്കുന്ന പതിവുണ്ടായിരുന്നു. ഇതിനെ അയൽവാസിയായ കബീർ കുട്ടിയും കുടുംബവും ചോദ്യം ചെയ്തു. ഈ വിരോധത്തിൽ രാജീവൻ ഇന്നലെ കബീർ കുട്ടിയെ വീട് കയറി ആക്രമിക്കുകയും തുടർന്ന് കബീർ കുട്ടി ഇതിന് പരാതി പറയാനായിട്ട് കൊട്ടിയം പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന വഴി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കത്തിയുമായി രാജീവൻ കബീർ കുട്ടിയുടെ നെഞ്ചിൽ കുത്തി മാരകമായി പരിക്കേൽപ്പിക്കുകയാണ് ഉണ്ടായത്. കൊല്ലത്തുനിന്ന് എസ് വിനീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീഷ്, വളർത്തുനായെ ഉപദ്രവിക്കുന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് അയൽവാസിയെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പരിക്കേറ്റ ആളുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഈ ഇരുവരും തമ്മിൽ മറ്റെന്തെങ്കിലും അയൽത്തർക്കം അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നോ? ടോമത്, കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കൊട്ടിയം സ്റ്റേഷൻ പരിധിയിലാണ്, മയ്യനാടാണ്. അതായത് ഈ കബീർ കുട്ടി എന്ന ആളുടെ സമീപത്ത് താമസിക്കുന്ന ആളാണ് രാജീവ്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വളർത്തുനായെ വീട്ടിൽ ഉണ്ട്. 2 വളർത്തുനായാണ് ഉള്ളത്. ഈ വളർത്തുനായെ മൃഗീയമായിട്ട് തല്ലിച്ചതയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ ഇത് ചോദ്യം ചെയ്ത ഒരു വിരോധത്തിലാണ് ഇത്തരത്തിലുള്ളൊരു അക്രമം നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ചില ദൃശ്യങ്ങളും ഇപ്പോൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ടോം, ഇവരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ. ഇത് ചോദ്യം ചെയ്തതിലൂടെയുള്ള വിരോധം, രാജീവ് വിരോധം തീർക്കാനായിട്ട് കബീർ കുട്ടിയുടെ വീട്ടിൽ വരികയും ഇരുവരും തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെടുകയും ചെയ്തു. തുടർന്നാണ് ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. കബീർ കുട്ടിയുടെ വീട്ടിലെ സ്ത്രീയെ കാല് വെച്ച് തൊഴിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളും ഇപ്പോൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഇതിവർ മൊബൈൽ ഫോണിൽ പകർത്തി പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ പരാതി നൽകാനായിട്ട് കബീർ കുട്ടി പോയപ്പോഴാണ് ഇതിലുണ്ടായ ഒരു വിരോധത്തിൽ ഇയാൾ വെട്ടുകത്തിയുമായിട്ട് വരികയും ക്രൂരമായിട്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. എന്തായാലും ഇപ്പോൾ കബീർ കുട്ടി വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്, തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ രാജീവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ മുൻപും കേസുകൾ ഉള്ളതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. കേട്ടോ, അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് രാജീവ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഈ വിഷയത്തിൽ പോലീസ് ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്? കാരണം ഇങ്ങനെ അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ടല്ലോ. ക്രൂരമായ രീതിയിലുള്ളൊരു ആക്രമണം ഈ കബീർ കുട്ടിക്കുണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് പോലീസിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഇനി തുടർ നീക്കങ്ങൾ എന്തായിരിക്കും? ഈ പരിക്കേറ്റ കബീർ കുട്ടിയുടെ മൊഴിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? കബീർ കുട്ടിയുടെ വീട്ടിലെ ഭാര്യ, കുട്ടികളടക്കമാണ് പരാതി നൽകിയിരിക്കുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, അതുപോലെ തന്നെ വധശ്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ ദൃശ്യങ്ങൾ വളരെ ഒരു തെളിവാണ്. ഇവരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ പരാതിയോടൊപ്പം തന്നെ ഇവർ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഈ രാജീവ് 2 നായ്ക്കളെയാണ് വീട്ടിൽ വളർത്തുന്നത്. വളർത്തുനായ്ക്കളാണ്. ഈ രാജീവ് സ്ഥിരം മദ്യപാനിയാണെന്നാണ് പറയപ്പെടുന്നത്. മദ്യലഹരിയിൽ ഇയാൾ വീട്ടിലെത്തുകയും ഈ വളർത്തുനായ്ക്കളെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയും തല്ലിച്ചതയ്ക്കുകയും ചെയ്യുന്നൊരു പ്രവണത ഇയാൾക്കുണ്ട്. നിരവധി തവണ ഈ നാട്ടുകാരടക്കം ഇത് പരാതി നൽകിയിട്ടുണ്ട്. അതായത് ഈ രാജീവിനോട് സംസാരിച്ചിട്ടുണ്ട്. ഇത്തരം പ്രവൃത്തികളിലേക്ക് നീങ്ങരുത്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന തരത്തിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കേൾക്കാനൊന്നും തന്നെ ഈ രാജീവ് തയ്യാറായിട്ടില്ല എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവമാണ്. ഈ പട്ടികളെ അതിക്രൂരമായിട്ട് തല്ലിച്ചതയ്ക്കുന്നത് കണ്ട് ചോദ്യം ചെയ്തു. വ്യക്തമാണ്. കൊല്ലത്ത് നിന്ന് എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. അയൽക്കാർ തമ്മിലുള്ള തർക്കം, അതിൻ്റെ കാരണമായത് വളർത്തുനായെ ഉപദ്രവിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെയാണ് അയൽവാസിയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്.